20 വർഷങ്ങൾക്ക് ശേഷം 20 വർഷത്തോളമായിട്ട് പെരുന്നാൾ കഴിക്കാത്ത ഒരു ഉമ്മാൻ്റെ സങ്കടത്തിന് വിരാമമായിരിക്കുകയാണ് ഈ ഒരു ബലിപെരുന്നാൾ. 2026 ബലിപെരുന്നാൾ. നമ്മൾ റഹീം 20 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം എല്ലാവർക്കും കേരളത്തിലാകെ കോളം സൃഷ്ടിച്ചിട്ടുള്ള, നമ്മളെല്ലാവരും 1 രൂപയെങ്കിലും കൊടുത്തിട്ട് സഹായിച്ചിട്ടുള്ള ആ 34 കോടി കൊടുത്ത് റഹീമിൻ്റെ മോചനം കഴിഞ്ഞ് 2 ദിവസമായിട്ട് സൗദി അറേബ്യയിലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുള്ളത്. ആ ഉമ്മാൻ്റെ സങ്കടത്തിന്, ഉമ്മാൻ്റെ കണ്ണീരിൽ നിന്ന് വിരാമമായിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും ഒരുപാട് ആളുകൾ തടിച്ചുകൂടി. അതിപ്പോൾ ബോച്ചയാണ് മെയിനായിട്ട് ഇതിനൊരു ചുക്കാൻ പിടിച്ചതെന്ന് തന്നെ പറയാം. ബാക്കി നാട്ടുകാരെല്ലാവരും സഹായിച്ചിട്ടുണ്ട്. പ്രവാസികൾ, നാട്ടിലെ ആളുകൾ, ജാതി മത വർഗ്ഗ ഭേദമന്യേ എല്ലാവരും സഹായിച്ചിട്ടാണ് റഹീം ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. ഈ ഒരു അസുല മുഹൂർത്തത്തിലാണ്. റഹീമിനെ സത്യത്തിൽ വീർപ്പ് മുട്ടുന്ന അവസ്ഥയാണ്. കാണികളെ കൊണ്ട്, നാട്ടുകാരായിട്ടുള്ള ആളുകൾ, പിന്നെ ഒരുപാട് സ്ത്രീകൾ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന അയൽവാസികൾ എല്ലാവരും ഒരുമിച്ച് കൂടി, ബന്ധുക്കൾ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. വളരെ വികാര നിർഭരമായിട്ടുള്ള നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ബലിപെരുന്നാൾ പിന്നെ വളരെ സങ്കടവും സങ്കടകരവും അതുപോലെ തന്നെ സന്തോഷവും നിറഞ്ഞിട്ടുള്ള ദിവസമാണ്. കാരണം റഹീമിന് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഉമ്മാനെ കാണുമ്പോൾ നമുക്കതൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിലും ഊഹിക്കാൻ പറ്റുന്നതിലപ്പുറമാണ് ഈ ഒരു നിമിഷം എന്ന് പറയുന്നത്, ഈ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനിയുള്ള കാലം ഉമ്മൻ്റെ കൂടെ ജീവിക്കാനും ദീർഘായുസ്സും പൂർണ്ണാരോഗ്യത്തോടു കൂടെയൊക്കെ ഉമ്മാക്കും ആ മോനും ജീവിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ എന്നുള്ളത് ഈ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ഒരു വഴി കൊടുക്കേ. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ റഹീം ഉമ്മയെ കാണാൻ വേണ്ടി വീട്ടിലെത്തുന്നത്. പിന്നെ ബോച്ചെ കൂടെ ഉണ്ട്. ബോച്ചെ ഈ ഒരു സന്തോഷത്തിന്, ഈ ഒരു മുഹൂർത്തത്തിന് ഏറ്റവും കൂടുതൽ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ബോച്ചെ, അല്ലെങ്കിൽ ഇതിനൊക്കെ നേതൃത്വം വഹിച്ചിട്ടുള്ള ബോച്ചെ കൂടെ ഉണ്ട്. അതുപോലെ റഹീം വീട്ടിലേക്ക് എത്താൻ പറ്റാതെ ഉമ്മയെ കാത്തിരിക്കുകയാണ്. വികാര നിർഭരമായിട്ടുള്ള രംഗമാണ് നീണ്ട 20 വർഷത്തിന് ശേഷം.